Hi friends, എൻ്റെ പേര് ആൻമരിയ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് പാർട്ട് 3 ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ചാർജിലെ പാർട്ട് 3 ആണ് നമ്മൾ നോക്കുന്നത്. ഗോസ് തിയറം ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ് മെയിനായിട്ട് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നാണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ്. അതായത് ഒരു സർഫസ്, ഇപ്പോൾ ഇതൊരു സർഫസ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു സർഫസിൻ്റെ ഇവിടേക്ക് നോർമലി എന്തോരം ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ് പാസിങ് ത്രൂ എ സർഫസ് നോർമലി. നോർമലി എന്ന് ഉദ്ദേശിക്കുന്നത് 90 ഡിഗ്രി ത്രൂ ദ സർഫസ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഫ്ലക്സ് എന്ന് പറയുന്നത് E.ds. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ ഇക്വേഷനാണ്. ds എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ സർഫസ് ഏരിയ. ഇപ്പോൾ ഇതൊരു പ്ലെയിൻ സർഫസ് ആണെന്ന് നമുക്ക് EDS പകരം ES എന്ന് എഴുതാം. ES cos theta. അപ്പോൾ എന്താണ്? ഫൈ. ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൈ എന്ന് വെച്ചൊരു ഇത് വെച്ചിട്ടാണ്. therefore ഫൈ ഈസ് ഈക്വൽ ടു ES cos theta. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കോളം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് നമുക്കറിയാം എന്താണ്? ന്യൂട്ടൺ പെർ കൂളമാണ് ഇൻറ്റു മീറ്റർ സ്ക്വയർ സർഫസ് ഏരിയ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു ചാർജ് ഡെൻസിറ്റീസ് എന്താണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ചാർജ് ഡെൻസിറ്റീസ് 3 ചാർജ് ഡെൻസിറ്റീസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ലീനിയർ ചാർജ് ഡെൻസിറ്റി, 2 സർഫസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് തേർഡ് വൺ ഈസ് വോളിയം ചാർജ് ഡെൻസിറ്റി. അതായത് ഒരു പെർ യൂണിറ്റ് ഒരു ഇത്രയും ഒരു ലെങ്ത് എടുക്കുകയാണെങ്കിൽ ആ ലെങ്ത്തിൽ എന്തോരം ചാർജ് ഉണ്ട് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് 1 മീറ്ററിൽ എന്തോരം ചാർജ് സ്പ്രെഡായി കിടക്കുന്നുണ്ട്. അതാണ് ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി. therefore അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ബൈ ലാംഡ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ലാംഡ വിൽ ബി Q/L, ചാർജ് പെർ ലെങ്ത് Q/L. അതുപോലെ സർഫസ് ചാർജ് എന്തായിരിക്കും? ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഒരു ഏരിയയിൽ എന്തോരം ചാർജ് ഉണ്ട് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ. സിഗ്മ ഇസ് ഈക്വൽ ടു Q/A എന്ന് വരും. ഓക്കെ, അടുത്ത എന്താ വരുന്നത്? വോളിയം ചാർജ് ഡെൻസിറ്റി. ഒരു വോളിയത്തിൽ എന്തോരം ഉണ്ടെന്നാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ മ്യൂ. മ്യൂ ഇസ് ഈക്വൽ ടു Q/V. മനസ്സിലായോ? ചാർജ് ബൈ വോളിയം. 3 ചാർജ് ഡെൻസിറ്റീസ് പഠിച്ചു. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ഗോസ് തിയറം. എന്താണ്? ഗോസ് തിയറം. അപ്പോൾ ഗോസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസിങ് എ ചാർജ്. ഒരു സർഫസ് ഉണ്ട്, സർഫസ് അത് ക്ലോസ് സർഫസ് ആണ്, അതിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ദ ചാർജ് ആയിരിക്കുന്നു. ദാറ്റ് ഈസ് 5 ഈസ് ഈക്വൽ ടു Q/ε0. മനസ്സിലായോ? 1/ε0 ടൈംസ് ദ ചാർജ് ആയിരിക്കും. സോ ദ ടോട്ടൽ ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്. ആ ക്ലോസ്ഡ് സർഫസിൽ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിൻ്റെ ആ സർഫസിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1/ε0 ടൈംസ് ദ ചാർജ്. therefore 5 ഈസ് ഈക്വൽ ടു Q/ε0 എന്ന് പറയും. ഇനി ഗോസ് തിയറത്തിൽ തന്നെ നമുക്ക് വേറൊരു സംഭവം വരുന്നത് ഗോസിയൻ സർഫസ്. എന്താണ്? ഗോസിയൻ സർഫസ്. ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് നമ്മൾ ഇമാജിനറി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സർഫസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു സ്ഫിയർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ സ്ഫിയറിന് ചുറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേറൊരു സർഫസ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് എന്തായിരിക്കും? ഒരു സ്ഫിയർ ആയിരിക്കും. എനി ഷേപ്പ്, എന്ത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല. ബട്ട് നമ്മൾ ഇമാജിനറി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സർഫസ് ആണ് എന്ത്? ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്. എനി ഇമാജിനറി സർഫസ് എൻക്ലോസിങ് എ ചാർജ് ഇസ് കോൾഡ് ഗോസിയൻ സർഫസ്. ഇറ്റ് ക്യാൻ ബി എനി ഷേപ്പ്. സർക്കിൾ, സ്ഫിയർ തന്നെ ആവണമെന്നില്ല, സ്ഫിയർ ആവാം, സിലിണ്ടർ ആവാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എന്താ പറയുക, നമ്മുടെ സർഫസ് അനുസരിച്ചിരിക്കും അതിൻ്റെ ഗോസിയൻ സർഫസ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഗോസ് തിയറം പ്രൂവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഗോസ് തിയറം എന്താണെന്ന് പറഞ്ഞു. എന്താണ്? 5 ഈസ് ഈക്വൽ ടു Q/ε0 എന്ന് പറഞ്ഞു. അത് എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യാം? അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ? ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ നടുക്ക് ഒരു ചാർജ് Q ഉണ്ട്. അപ്പോൾ P എന്ന് പറഞ്ഞൊരു പോയിന്റിൽ, ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, P എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് വരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് Q to P ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. സർഫസ് ഏരിയ ഉണ്ട്, പിന്നെ ഇലക്ട്രിക് ഫീൽഡ്
നേരെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇ ഡോട്ട് ഡി എസ്, അതാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ഇ ഡോട്ട് ഡി എസ് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇ ഡി എസ് കോസ്, അപ്പോൾ ഇവിടെ 0 ഡിഗ്രിയാണ് വരുന്നത്, കാരണം ഒരു സർക്കിൾ ആയതുകൊണ്ട് ഇവിടെ 0 ഡിഗ്രി. അപ്പോൾ ഇ ഡി എസ് കോസ് 0 എന്താണ്? 1 ആണ്. അപ്പോൾ ഇ ഡി എസ് എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ഇ ഡി എസ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്, നമ്മുടെ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 4πr². അപ്പോൾ ഇ ഇൻറ്റു 4πr² വരും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇ എന്താണ്? 1/4πε0 Q/r². അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? 1/4πε0 Q/r² ഇൻറ്റു 4πr². അപ്പോൾ എന്താ? 4π വെട്ടിപ്പോൾ r² വെട്ടിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടി? Q/ε0. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് അല്ലേ? 5 = Q/ε0. അപ്പോൾ അതെന്താ? ഇ ഡി എസ് കോസ് തീറ്റ. കോസ് തീറ്റയുടെ തീറ്റ എത്ര? 0 ഡിഗ്രി ആണ്. അപ്പോൾ ഇ ഡി എസ് കോസ് 0. അപ്പോൾ ഇ ഡി എസ്, ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എസ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? 4πr². ഇ എത്രയാണ്? നമുക്ക് ഓൾറെഡി അറിയാം, 1/4πε0 Q/r². 4πr² വെട്ടിപ്പോയി. ആൻഡ് വി ആർ എന്താ ബാലൻസ് എത്രയുണ്ട്? Q/ε0. അപ്പോൾ നമ്മൾ ഗോസ് തിയറം പഠിച്ചു. ഇനി ഗോസ് തിയറം പഠിച്ചിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? നമ്മൾ എന്തിനീ ഗോസ് തിയറം പഠിച്ച്? എന്തെങ്കിലും ഒരു ഉപകാരമില്ലാണ്ട് ഒരു സാധനം നമ്മൾ പഠിക്കില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ. ഗോസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ബൈ അപ്ലൈയിങ് ഗോസ് തിയറം deduce the expression of electrical field due to a spherical shell. ഒരു സ്ഫെരിക്കൽ ഷെല്ലിൽ കുറേ ചാർജ് ഉണ്ട്, അവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബൈ യൂസിങ് ഗോസ് തിയറം. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? നമുക്ക് ഫ്ലക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഫീൽഡ്, ഡി എസ് എന്ന് പറയുന്നത് എന്താ? സർഫസ് ഏരിയ. അപ്പോൾ നമ്മുടെ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എത്രയാ? 4πr². അപ്പോൾ ഇ ഇൻറ്റു 4πr² ആണ് നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഗോസ് തിയറം എന്താണ്? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു Q/ε0 അല്ലേ? അപ്പോൾ ഇ ഡോട്ട് ഡി എസിന് നമുക്ക് എന്തിടാം? ഇ ഇൻറ്റു 4πr² ഇടാം ഇസ് ഈക്വൽ ടു Q/ε0 അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? 4πയും വെട്ടി Q/ε0. ക്യൂവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? Q/A ആണ്. അപ്പോൾ എന് ഇപ്പുറത്തേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ? Q = A സിഗ്മ എന്ന് വരും. ഞാൻ അവിടെ ഒരു ചെറിയൊരു ബോക്സ് ഇട്ടിട്ടുണ്ട്. Q = A സിഗ്മ. അതെങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ലേ? സിഗ്മ = Q/A ആണെങ്കിൽ Q = A സിഗ്മ. A എന്താണ്? അവിടുത്തെ ഏരിയ 4πr², ക്യാപിറ്റൽ R² സിഗ്മ. മനസ്സിലായി? നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? വലിയ ഇതിനെയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 4π ക്യാപിറ്റൽ R² സിഗ്മ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് നമ്മുടെ ഇക്വേഷനിലേക്ക്. അപ്പോൾ ഇ ഇൻറ്റു 4π സ്മോൾ r² ഇസ് ഈക്വൽ ടു 4π ക്യാപിറ്റൽ R² എന്താണ്? സിഗ്മ ബൈ ε0. അടുത്തത് പറയുന്നത് എന്താണ്? ആ 4πയും വെട്ടിപ്പോവും. ബാക്കി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇ 4π. അപ്പോൾ എന്താ? R² സിഗ്മ ബൈ ε0 സ്മോൾ r². അപ്പോൾ നമുക്ക് എന്ത്? ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക്, അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഗോസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സ്ഫിരിക്കൽ ഷെല്ലിൽ ആ സ്ഫിരിക്കൽ ഷെല്ലിലുള്ള ചാർജ് ഡെൻസിറ്റി കാരണം വരുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് തന്നെ ഫ്ലക്സ് കാണാം. ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? ഇ ഡോട്ട് ഡി എസ്. ഇ ഇൻറ്റു 4π എന്താണ്? ഇവിടെ വരുന്നത് ഏത് സ്ക്വയർ ആണ്? 4π സ്മോൾ r². കാരണം ആ ഗോസിൻ സർഫസ് ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്തത് അല്ലേ? ഫ്ലക്സ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് എന്താ? അപ്ലൈയിങ് ഗോസ് തിയറം ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ എന്താ? ഇ ഇൻറ്റു 4π സ്മോൾ r² ഈക്വൽ ടു Q/ε0. Q/ε0 എന്തിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യണേ? ആ കുഞ്ഞ് സർക്കിളിൻ്റെ, നമ്മുടെ ഷെല്ലിൻ്റെ ഇതാണ് നോക്കുന്നത്. അപ്പോൾ Q എന്ന് പറയുന്നത് എന്താണ്? A സിഗ്മ. A എന്ന് പറയുന്നത് 4π ക്യാപിറ്റൽ R² ആണ് കേട്ടോ. സ്മോൾ r² അല്ല, ക്യാപിറ്റൽ R². എന്നിട്ട് 4π വെട്ടിപ്പോ. അപ്പോൾ R² സിഗ്മ ബൈ ε0 സ്മോൾ r². ഇനി ഇത് നമ്മൾ ഔട്ട്സൈഡ് ദ ഷെല്ലാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി ഇൻസൈഡ് ദ ഷെല്ല് ഒരെണ്ണുണ്ട്. ഇൻസൈഡ് ദ ഷെല്ലാണ് ഉള്ളിൽ എന്തായിരിക്കും, അതോടൊപ്പം തന്നെ ഓൺ ദ ഷെല്ല് എന്തായിരിക്കും.
ഓൺ ദ ഷെല്ല് അപ്പോൾ നോക്കാം. ഓൺ ദ ഷെല്ലുണ്ട്, അപ്പോൾ ഇൻസൈഡ് ദ ഷെല്ലുണ്ട്. അപ്പോൾ ഓൺ ദ ഷെൽ എന്ന് പറയുമ്പോൾ ആ ഷെല്ലിൽ നമ്മുടെ എന്താ പറയുക റേഡിയസ് ക്യാപിറ്റൽ R ആയിരുന്നപ്പോൾ ഉള്ള ഷെല്ലിൽ അവിടെ വരുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക, ആ ഗോസിയൻ നമ്മൾ കൺസേൺ ഗോസിയൻ സർഫസ് നമ്മുടെ ഷെല്ലും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും അവിടെ ഈക്വൽ ആവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ ഇക്വേഷനിലേക്ക് നമുക്ക് ആ ക്യാപിറ്റൽ ആറിന് വരെ എന്തിട്ട് കൊടുക്കാം, സ്മോൾ ആറിന് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, ക്യാപിറ്റൽ R സ്ക്വയർ സിഗ്മ ബൈ എപ്സിലോൺ 0 ക്യാപിറ്റൽ R സ്ക്വയർ. അപ്പോൾ R സ്ക്വയർ വെട്ടിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടും, E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഓൺ ദ ഷെൽ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു സ്മോൾ r ആയിട്ട് വരാണ്. കാരണം രണ്ട് സെയിം ആണ്, ഓൺ ദ ഷെല്ലാണല്ലോ. നമ്മൾ ഔട്ട്സൈഡ് ദ ഷെല്ലല്ല നോക്കണേ, ഓൺ ദ ഷെല്ലാണ് നോക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ആറിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ക്യാപിറ്റൽ R സ്ക്വയർ സിഗ്മ ബൈ എപ്സിലോൺ 0 ക്യാപിറ്റൽ R സ്ക്വയർ. ക്യാപിറ്റൽ R സ്ക്വയർ വെട്ടിപ്പോയി, ബാക്കി എന്തുണ്ട്, സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസൈഡ് ദ ഷെൽ, ഉള്ളിൽ എന്തായിരിക്കും എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഉള്ളിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ, ഉള്ളിൽ നമുക്കവിടെ എന്തെങ്കിലും ചാർജ് ഉണ്ടോ, ഇല്ല. നമ്മുടെ ചാർജ് മൊത്തം അവിടെ ഇരിക്കുന്ന സർഫസിലാണ് ചാർജ് ഡെൻസിറ്റി ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ, ഷെല്ലിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് Q ഇസ് ഈക്വൽ ടു 0 ആയി മാറി. അപ്പോൾ എന്താണ്, ഇൻസൈഡ് ദ ഷെൽ എപ്പോഴും ഇലക്ട്രിക്കൽ ഫീൽഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഔട്ട്സൈഡ് ദ ഷെല്ലും അതുകൊണ്ടാകുമ്പോൾ തന്നെ ഓൺ ദ ഷെല്ലും നമുക്ക് ഇലക്ട്രിക്കൽ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ഇൻസൈഡ് ദ ഷെൽ എന്താണ്, 0 ആണ്. കാരണം എന്താ, അവിടെ ചാർജ് ഇല്ല. ചാർജ് ഇല്ലെങ്കിൽ ഫീൽഡ് ഇല്ല. മനസ്സിലായില്ലേ? ഇനി അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഉള്ളിൽ ചാർജ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക, ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് 0 ആവുന്ന ഒരു അവസ്ഥ. ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ്. കണ്ടക്ടർ ഏത് ഷേപ്പ് ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ 0 ആയി വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഷീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ പോലെ. അതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല എന്നത്, അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, E ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണ്, ഇത് വെറുതെ പഠിച്ചിട്ട് എന്താ കാര്യം. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇടി വെട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയും എന്താ, കാറിലിരിക്കുന്നതാണ്, ഇടി വെട്ടുന്ന സമയത്ത് നമ്മൾ കാറിലിരിക്കുന്നതാണ് കുറച്ചും കൂടി സേഫ് പുറത്തിറങ്ങി നിൽക്കുന്നതിനേക്കാളും. ഇറ്റ് സേസ് ദാറ്റ് ഡ്യൂറിങ് ലൈറ്റ്നിങ് പേഴ്സൺ ഇൻസൈഡ് എ കാർ ഈസ് സേഫർ ദാൻ ഔട്ട്സൈഡ്. പുറത്ത് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഉള്ളിലിരിക്കുന്നതാണ്. വൈ? ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. എന്താ ഇത് കാരണം, കാറിൻ്റെ ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ലൈറ്റ്നിങ് കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു ആഘാതം, അത് കിട്ടുന്ന ആ ഒരു എഫക്റ്റ് വളരെ കുറവായിരിക്കും. നമുക്ക് അത്രയും എന്നെരുതി കാറിനുള്ളിൽ ഇരുന്ന് വെച്ച് നമുക്ക് ലൈറ്റ്നിങ് കിട്ടില്ല എന്നല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി സേഫർ ആണ്, മെയിൻലി ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പഠിച്ചു, എന്താണ്, സ്ഫിയറിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് കണ്ട് നമുക്ക് പഠിച്ചു. ഇനി അടുത്തത് വേറൊരു ഷേപ്പ് ആണെന്ന് ഫോർ എക്സാമ്പിൾ എന്താണ്, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയറാണെന്ന് വെക്കി. ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ഫിഗർ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, നേരൊരു ചാർജ് ഉണ്ട്, അവിടെ മൊത്തം പ്ലസ് 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അതാണ് നമ്മുടെ സംഭവം, അതിൻ്റെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്, ഇവിടുത്തെ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് സിലിണ്ടർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്താണ്, സിലിണ്ടർ. ഓക്കെ. അപ്പോൾ സിലിണ്ടർ നോക്കി കൺസിഡർ ചെയ്താൽ മനസ്സിലാവില്ലേ, ഒരു വയറുണ്ട്, അവിടെ നമ്മളൊരു സിലിണ്ടർ ആണ് അവിടുത്തെ നമ്മുടെ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇത് ആപ്ലിക്കേഷൻ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 2 സർഫസ് വരുന്നുണ്ട്. സ്ഫിയറിനാകെ ഒരു ഇതല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ വലിയ സീൻ ഉണ്ടായില്ല. സിലിണ്ടറിന് 2 സർഫസ് വരുന്നുണ്ട്. ഒരു സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഒരു കേർവ്ഡ് സർഫസും ഉണ്ട്, ഒരു എൻഡ് സർഫസും ഉണ്ട്, അല്ലേ? കേർവ്ഡും ഉണ്ട്, എൻഡ് സർഫസും ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ E.ds ആദ്യം കേർവ്ഡ് സർഫസിൻ്റെ ഫ്ലക്സ് കാണണം, പിന്നെ എൻഡ് സർഫസിൻ്റെ ഫ്ലക്സ് കാണണം. രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയയിൽ തീറ്റ എത്രയാണെന്ന് നോക്കണം, എൻഡ് സർഫസിൽ തീറ്റ എന്താണെന്ന് നോക്കണം. അതെങ്ങനെ തീറ്റ നോക്കണം എന്ന് വെച്ചാൽ, ഇലക്ട്രിക്കൽ ഫീൽഡ് കൊണ്ട് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇലക്ട്രിക്കൽ ഫീൽഡും ds കൂടി ഫോം ചെയ്യണ എന്ത് നോക്കണം, ആംഗിൾ നോക്കണം. അപ്പോൾ നിങ്ങൾ കേർവ്ഡ് സർഫസ് ആ ഫിഗറിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, കേർവ്ഡ് സർഫസിൽ ഇലക്ട്രിക്കൽ ഫീൽഡും ഒരേപോലെയാണ്, അതോടൊപ്പം തന്നെ സർഫസിൻ്റെ ഇതും ഒരേപോലെയാണ്, അല്ലേ? രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. വിച്ച് മീൻസ് ദാറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി.
എന്താണ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി കേർവ്ഡ് സർഫസ് ഏരിയയിൽ. അപ്പോൾ എന്താണ് രണ്ടെണ്ണം ഉണ്ട്, കേർവ്ഡ് സർഫസും ഉണ്ട് എൻഡ് സർഫസും ഉണ്ട്. കേർവ്ഡ് സർഫസിൽ വരുന്ന ഫ്ലക്സ് ആദ്യം കണ്ടുപിടിക്കണം, എൻഡ് സർഫസിൽ വരുന്ന ഫ്ലക്സ് പിന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ കേർവ്ഡ് സർഫസിൽ വരുന്നതിൻ്റെ എന്ത് നോക്കണം, തീറ്റ നോക്കണം. തീറ്റ എങ്ങനെ നോക്കുക, ഈ ഡി എസും ഇലക്ട്രിക്കൽ ഫീൽഡും കൂടി വരുന്നത് എന്താണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഫീൽഡ് നേരെ പോകുന്നു, കേർവ്ഡ് സർഫസിൻ്റെ നേരെ പോകുന്നു, വിച്ച് മീൻസ് അത് എന്താ അവിടെ ഫോം ചെയ്യാൻ ആംഗിൾ എത്ര 0 ഡിഗ്രിയാണ്, കുഴപ്പമില്ല. അപ്പോൾ അടുത്തത് എൻഡ് സർഫസിൽ, എൻഡ് സർഫസ് എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണല്ലോ മേളത്തെ ഭാഗത്തിൽ ഡി എസ് എങ്ങടാ ഇങ്ങോട്ട് പോകണു അല്ലേ, മേലേക്ക് പോകുന്നു, ഇലക്ട്രിക് ഫ്ലക്സോ ഇങ്ങോട്ട് പോകും. അത് അവിടെ 90 ഡിഗ്രിയാണ് ഫോം ചെയ്യണത്. നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മേളിൽ ഒരു കറുപ്പ കളറിന് മേലേക്കാണ് പോകുന്നത് ഡി എസ്. അപ്പോൾ എന്താ 90 ഡിഗ്രി, കോസ് 90 എത്രയാ 0. അപ്പോൾ നമുക്ക് അവിടെ ആകെ ടോട്ടൽ ഇലക്ട്രിക്കൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ, കേർവ്ഡ് സർഫസിൻ്റെ മാത്രമേ ഉള്ളൂ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഇനി കേർവ്ഡ് സർഫസിൻ്റെ സർഫസ് ഏരിയ നമുക്ക് അറിയണം. അപ്പോൾ എന്താ ഇ ഇൻറ്റു 2πRL, അതാണ് അവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയറിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇ ഇൻറ്റു 2πRL. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകണം. ഗോസ് തിയറം എന്താ, phi is equal to electric flux is equal to Q by epsilon 0. Flux എന്താ പറഞ്ഞാൽ E into 2πRL is equal to Q by epsilon 0. നമ്മളിവിടെ ചാർജ് ഡെൻസിറ്റി ലാംഡ ആണ് പറഞ്ഞത്. ലാംഡ എന്താണ്, Q by L. അപ്പോൾ Q എന്ന് പറയുന്നത് എന്താണ്, L ന് ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താ കിട്ടുക, ലാംഡ L എന്ന് കിട്ടും. അത് ഞാൻ അവിടെ ചെറിയ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ E into 2πRL is equal to L lambda by epsilon 0. എന്നിട്ട് ആ 2πRLനെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എല്ലും വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക, ലാംഡ ബൈ 2π∈0 r. പിടി കിട്ടിയോ. അപ്പോൾ ഇൻഫിനിറ്റി ലോങ് എന്നപ്പോൾ ഏത് ഷേപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് തന്നാലും ഫസ്റ്റ് തന്നെ നമ്മളൊരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിനകത്ത് വരുന്ന ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഗോസ് തിയറത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കട്ടായി പോകണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് എന്താണ്, വേറൊരു ലാർജ് പ്ലെയിൻ ഷീറ്റ് തന്നു. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫ്ലക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അപ്ലൈയിങ് ഗോസ് തിയറം ടു ഫൈൻഡ് എക്സ്പ്രഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലാർജ് ഷീറ്റ് ഓഫ് ചാർജ് ഡെൻസിറ്റി എന്താണ്, സിഗ്മ. ഇവിടെ എന്താ പറഞ്ഞേക്കണേ, സിഗ്മ. അപ്പോൾ നിങ്ങൾ ആ ഫിഗർ നോക്കുക. നമ്മൾ എന്താ ഒരു ചാർജ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോസിയൻ സർഫസ് എന്താണ്, സിലിണ്ടർ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എന്താ, സിലിണ്ടറിന് 2 സർഫസ് ഉണ്ട്, കേർവ്ഡ് സർഫസ് ഉണ്ട്, എൻഡ് സർഫസ് ഉണ്ട്. ഇനി നമ്മൾ തീറ്റ നോക്കണം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ, കേർവ്ഡ് സർഫസും ഇലക്ട്രിക്കൽ ഫീൽഡും കൂടി അവിടെ എന്താ കൈൻഡ് ഓഫ് നേരക്കല്ല, ഇങ്ങനെയല്ല പോണത്. ഇലക്ട്രിക്കൽ ഫീൽഡ് ഇങ്ങനെ, കേർവ്ഡ് സർഫസ് ഇങ്ങനെ. അപ്പോൾ എന്താ അവിടെ കേർവ്ഡ് സർഫസ് അവിടെ ആംഗിൾ ഫോം ചെയ്യുന്നത് എത്രയാ, 90 ഡിഗ്രി. അതേ സമയത്ത് എൻഡ് സർഫസ് നേരെ പോകുന്നു, ഇയും നേരെ പോകുന്നു അല്ലേ. അപ്പോൾ എന്താ എൻഡ് സർഫസിൽ എന്താ ആംഗിൾ വരുന്നത്, 0 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, അവിടെ കേർവ്ഡ് സർഫസ് കോസ് 90 0, അത് കട്ടായിപ്പോയി. ബാക്കി എന്തുണ്ട്, എൻഡ് ഫേസിൽ മാത്രമേ നമുക്ക് ഫ്ലക്സ് അനുഭവപ്പെടുന്നുള്ളൂ. പിടി കിട്ടിയോ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നേരത്തെ പറഞ്ഞതിൽ എന്തായിരുന്നു, കേർവ്ഡ് സർഫസും ഉണ്ട്. അതിനകത്ത് നമ്മൾ ഏതാ കൺസിഡർ ചെയ്ത്, കേർവ്ഡ് സർഫസ് ആണ് കൺസിഡർ ചെയ്ത്. അപ്പോൾ കാണാപ്പാടം പഠിക്കണം. നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ആ ആംഗിൾ വരുന്നത്. 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90 ആണല്ലോ, കോസ് 90 0 ആണെങ്കിൽ അത് ക്യാൻസൽ ആയി പോയല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് അത് ഡിറൈവ് ചെയ്യാൻ ഇത് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഫ്ലെക്സ് കാണാം, ഗോസ് തിയറത്തിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്ലെക്സ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ വരുന്ന കോസിൻ്റെ തീറ്റ എന്താണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എന്താ, ഈ എൻഡ് ഫേസിലാണ് വരുന്നത്. അപ്പോൾ എന്താ ഇ ഇൻറ്റു 2a, അവിടെ ഏരിയ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, E = 2a അവിടെ കിടക്കട്ടെ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടി. അടുത്തത് പറയുന്നത് എന്താ, ഗോസ് തിയറം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക, E ഡോട്ട് ഡി എസ് = Q/ε0, Q കാണണം. അപ്പോൾ നമുക്കറിയാം Q = എന്താ, a സിഗ്മയാണ്. a സിഗ്മ വരാൻ കാരണം എന്താ, സിഗ്മ = Q/a, a നെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ a സിഗ്മ. അപ്പോൾ എന്ത് കിട്ടും, E × 2a is equal to a sigma by epsilon 0. അപ്പോൾ ആ എയും ഈ എയും കൂടി വെട്ടിപ്പോക്കോളും. അതാണ് ഞാൻ പറഞ്ഞത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട എന്ന്. അപ്പോൾ എ വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, E = sigma by 2 epsilon 0. അപ്പോൾ ഒരു പ്ലെയിൻ ഷീറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, E = sigma by 2 epsilon 0. പിടി കിട്ടിയോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. 3 നമ്മൾ കണ്ടു, സ്ഫിയറും കണ്ടു, ഇതും കണ്ടു. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഇലക്ട്രിക്കൽ, അപ്പോൾ തന്നെ ടോട്ടൽ ഇലക്ട്രിക്കൽ ഫ്ലക്സ് കാണാം, ഗോസ് തിയറത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ.
ഇനി അടുത്തെന്ന് പറയുന്നത് ഇപ്പോൾ 2 പ്ലെയിൻ ഷീറ്റ് ഞാൻ അടുപ്പിച്ച് വെച്ചു എന്ന് എനിക്ക്, ഒന്ന് പ്ലസ് ഷീറ്റും ഒന്ന് മൈനസ് ഷീറ്റും. പ്ലസ് ഷീറ്റിൽ പ്ലസ് സിഗ്മ ചാർജ് ഡെൻസിറ്റി ആണ്, മറ്റേതെന്താ മൈനസ് സിഗ്മ ചാർജ് ഡെൻസിറ്റി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3 അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ റീജിയൻ 1 വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, റീജിയൻ 2 വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, റീജിയൻ 3 വരുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ റീജിയൻ 1 എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലസ് കാരണം ഒന്ന് റീജിയൻ 1 എന്ന് പറയാം, ഒന്ന് ഇലക്ട്രിക്കൽ ഫീൽഡ് പുറത്തേക്കും പോകുന്നുണ്ട്, ഒന്ന് ഉള്ളിലേക്കും പോകുന്നുണ്ട്. ആരുടെ കാരണം, ആ പ്ലസ് ചാർജ് കാരണം. ഓക്കെ, റീജിയൻ 2 എങ്ങനെയാണ്, ഒന്ന് ഉള്ളിലേക്കും വരുന്നുണ്ട്, മറ്റേത് ഒന്ന് എന്താ പറയുക എലോങ് ദ മൈനസ് ചാർജിലേക്കും വരുന്നുണ്ട്. റീജിയൻ 3 ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും, രണ്ട് ഡയറക്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ റീജിയൻ 1 റീജിയൻ 2 ഇലക്ട്രിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. കാരണം എന്താ, ആ രണ്ട് ഫീൽഡും ക്യാൻസൽ ഔട്ട് ആയി പോവാണ് അവിടെ. മനസ്സിലായോ? ആ ഒരു ചാർജ് നോക്കി, ആ ഒരു ഇത് നോക്കിയാൽ മനസ്സിലാവും. ഒരു ഈ അങ്ങോട്ടും ഒരു ഈ ഇങ്ങോട്ടും, മറ്റൊരിടത്ത് അങ്ങനെയാണ്, ഒരു ഈ അങ്ങോട്ടും ഒരു ഈ ഇങ്ങോട്ടും. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ആകെ റീജിയൻ 2 നമുക്ക് E പ്ലസ് E എന്താണ് 2E എന്ന് കിട്ടുന്നത്. പിടി കിട്ടിയോ? അപ്പോൾ ഒരു പാരലൽ ഷീറ്റിൻ്റെ അറിയാം നമുക്ക് എന്താ അറിയാം നമുക്ക് 2 സിഗ്മ ബൈ എപ്സിലോൺ 0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ, നേരത്തെ ചെയ്തതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. രണ്ട് ഷീറ്റ് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നാണ് നമുക്ക് അവിടെ ആൻസർ. അപ്പോൾ റീജിയൻ 1 റീജിയൻ 2 ഇലക്ട്രിക്കൽ ഫീൽഡ് 0 ആണ്. റീജിയൻ 2 മാത്രമേ ഉള്ളൂ E പ്ലസ് E എന്താ 2E. അപ്പോൾ 2 × 2 അപ്പോൾ എന്താ E പ്ലസ് 2 എപ്സിലോൺ 0 പ്ലസ് E ബൈ 2 എപ്സിലോൺ 0. അപ്പോൾ എന്താ 2 വെട്ടിപ്പോകുമ്പോൾ എന്ത് കിട്ടും, സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് നമുക്ക് കിട്ടും. പിടികിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പാരലൽ ഷീറ്റിൽ വരുന്ന സംഭവം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ പഠിച്ചത്. ആദ്യം പഠിച്ചത് ഫ്ലക്സ് എന്താണെന്ന് പഠിച്ചു, രണ്ടാമത്തത് ഗോസ് തിയറം എന്താണെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനിൽ 3 ഷേപ്പാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്, സ്ഫിയർ, പിന്നെന്താ ഒരു ലെങ്ത്ത് ഇൻഫിനിറ്റ്ലി ലോങ്, പിന്നെ മൂന്നാമത്തെ എന്താ പഠിച്ചത് നമ്മൾ, ഒരു പ്ലെയിൻ ഷീറ്റും അല്ലേ. അപ്പോൾ ഓരോന്നിനും ഓരോ ചാർജ് ഡെൻസിറ്റി ആയിരുന്നു. സിഗ്മ ലാംഡ, പിന്നെ ഏതായിരുന്നു സിഗ്മയും ലാംഡയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉപയോഗിച്ചത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇത്രയാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്റേഴ്സ് നമുക്ക് അധികം വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങളുടെ വലിയ സജഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇംപ്രൂവൈസ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സോ താങ്ക് യു.